ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? അത് യൂസഫ് അലി. അയ്യോ, അത് ഈ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതായിരുന്നു. രവി പിള്ളേ, രത്തൻതാറ്റ. നമ്മളെ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നരേന്ദ്രമോദിയോ, മുകേഷ് അംബാനി. യൂസഫ് അലി. യൂസഫ് അലി അല്ല, പുള്ളി ലുലുവിന്റെ മുതലാളിയാണ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രത്തിന് മുൻവശമാണ്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞ ഉത്സവം തുടങ്ങാനേ ഉള്ളു. കൊടിമരത്തിലെ പ്രതീക്ഷ ഉണ്ട് മേല്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ വിവിധ തരത്തിലുള്ള വാച്ചുകളും അതുപോലെ തന്നെ വാൾ ക്ലോക്കുകളും അവിടെ ലഭ്യമാണ്. കൂടാതെ മൊബൈലിൻ്റെ ആക്സസറീസും മൊബൈൽ ഫോണുകളും സർവീസും അവരിൽ നിന്ന് ലഭിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ജ്ഞാനപീഠം പുരസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ജ്ഞാനപീഠ പുരസ്കാരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? അറിയില്ല. എനിക്കറിയില്ല. കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വിവിധ തരം കമ്പനികളുടെ വാൾ ക്ലോക്കുകളും അത് നമ്മൾ മറ്റു വാച്ചുകളും അവിടെ ലഭ്യമാണ്. മൊബൈൽ സർവീസിങ്ങും മൊബൈൽ ഫോണിനും അവിടെ സെയിൽസ് നടത്തുന്നുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയത് അറിയില്ല. നമ്മളെ വില കളവല്ല അങ്ങനെ അടുത്ത് വന്നിട്ട് അറിയത്തില്ല. അല്ലല്ലേ വ്യവസായി, ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഒരു വ്യവസായി. കൊല്ലത്തുള്ള കശുവണ്ടി വ്യവസായിയാണ്. രവി പിള്ളേ അല്ല, രവി പിള്ള. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി. ബൈ. ഏത് ടാറ്റ? രത്തൻതാറ്റ അല്ല, മറ്റൊരു വ്യവസായിയാണ്. ഏകദേശം അതിലൂടെ സഞ്ചരിക്കുകയാണ്. അല്ലല്ല. കല്ലമ്പലം ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? വ്യവസായി അല്ലല്ലോ. ജ്ഞാനപീഠം അത് വ്യവസായി അല്ലല്ലോ. ഒരു വ്യവസായിയാണ്. അത് സാഹിത്യത്തിന് വേണ്ടിയിട്ട് അതിൽ എനിക്ക് മെമ്മറിയിൽ വരുന്നുണ്ട്, പക്ഷേ കറക്റ്റ് എനിക്ക് മെമ്മറിയിൽ വരുന്നില്ല. നമ്മളെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വ്യവസായിയെ ചോദിക്കരുതല്ലേ? നമ്മളെ ഫീൽഡിലുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. നമ്മുടെ ഇതുപോലുള്ള വിവിധ കമ്പനികളുടെ വാച്ചുകളും വാൾ ക്ലോക്കുകളും മൊബൈൽ ഫോൺ സെയിൽസും സർവീസും അവിടെ നിന്ന് ലഭ്യമാണ്. കൂടാതെ അക്സസറീസ്, എല്ലാവിധ നമ്മളെ മൊബൈലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ അക്സസറീസും മിതമായ വിലയിൽ, മറ്റെവിടെയും കിട്ടുന്നതിനെക്കാട്ടിയും കുറഞ്ഞ വിലയിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകും. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? ജ്ഞാനപീഠം അവാർഡ് അറിയാമല്ലോ, നമ്മളെ ജി ശങ്കരക്കുറുപ്പിനൊക്കെ കിട്ടിയത്. നരേന്ദ്രമോദിയാ? എന്നാലും പിന്നെ വ്യവസായി നരേന്ദ്രമോദിയല്ലോ, അത് പ്രധാനമന്ത്രി. രാജംപിള്ളേ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണെന്നറിയാം? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണെന്ന് അറിഞ്ഞൂടാ കൂട്ടുകാരാ? അറിയാത്തതാണ് ചോദ്യം. യൂസഫ് അലി. ഇദ്ദേഹത്തിന് യൂസഫ് അലി? അങ്ങനെ അറിഞ്ഞില്ല, എനിക്കറിഞ്ഞില്ല. യൂസഫ് അലി അല്ല, പുള്ളി ലുലുവിൻ്റെ മുതലാളിയാണ്.
ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരെന്ന് പറയാം? ഇല്ല, ഇപ്പം ബസ് വന്നിട്ട് പോകും. അതെ, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? ഡോക്ടർ അംബേദ്കർ. വ്യവസായിയാണ്. വ്യവസായി സാഹിത്യത്തിന് നൽകുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. അറിയില്ല. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരായിരുന്നു? മുകേഷ് അംബാനി. അദ്ദേഹമല്ല, മറ്റൊരു വ്യവസായിയാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ നിരവധി പ്രാവശ്യം ഞങ്ങളുടെ ചോദ്യത്തിനെ നേരിടേണ്ടി വന്നു. പലപ്പോഴും ഏകദേശം അടുത്തെത്തി പിൻവാങ്ങേണ്ടി വന്നു, അല്ലേ? യെസ് യെസ്, അതെ. അപ്പോൾ ഇത്തവണയെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കട്ടെ. അപ്പോൾ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. ജ്ഞാനപീഠ പുരസ്കാരം കേട്ടിട്ടുണ്ടോ? ആ, കേട്ടു. ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? വ്യവസായി, അയ്യോ, അത് ഈ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതായിരുന്നല്ലോ. ഈ ഇടയ്ക്ക് ആരായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തോ ഒരു ഫാമിലി, ജെയിൻ ഫാമിലി, അങ്ങനെയല്ലേ? ജെയിൻ കുടുംബം, അങ്ങനെ എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. ജെയിൻ. ആ, ഉറപ്പ് അങ്ങനെ എന്തോ ആണ്. എനിക്ക് വരുന്നില്ല. അങ്ങനെ എന്തോ ആണ്, പേര് ഓർമ്മ. എങ്ങനെ എന്തോ ഒരു ഫാമിലിയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനും കൂടെ സഹായിക്കണം. എന്നാലും നിങ്ങൾ പറഞ്ഞതിനകത്ത് ഉത്തരം വ്യവസായി പൂർണ്ണമായില്ലെങ്കിലും ജെയിൻ കുടുംബത്തിൽപ്പെട്ട ശാന്തി പ്രസാദ് ജെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നാണ് 1944 ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ട്രസ്റ്റാണ് സാഹിത്യത്തിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന സമ്മാനമാണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട സമ്മാനമാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടാകും വീട്ടിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മാനമാണ് അവർ നൽകുന്നത്. അപ്പോൾ ശാന്തി പ്രസാദ് ജെയിനാണ്, സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തി പ്രസാദ് ജെയിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്നാണ് 1944 ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. സാഹിത്യത്തിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് പുരസ്കാരം നൽകുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.